തനിക്കെതിരെയുള്ള ലൈംഗിക അധിക്ഷേപത്തിൽ നിലപാട് ഘടിപ്പിച്ച നടി ഹണി റോസ്. എറണാകുളം ചോറ്റാനിക്കരയിൽ ഫ്രിഡ്ജിനുള്ളിൽ അസ്ഥികൂടം. കുറ്റകൃത്യങ്ങളുടെ ഉള്ളറയിലേക്ക് കാക്കി. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ലൈംഗിക അധിക്ഷേപത്തിൽ നിലപാട് ഘടിപ്പിച്ച നടി ഹണി റോസ്. ഇനി അശ്ലീലം പറഞ്ഞാൽ നിയമ നടപടികൾ സ്വീകരിക്കും. ഹണി റോസിനെ പിന്തുണച്ച് താരസംഘടന അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളും രംഗത്തെത്തി. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന നടിയുടെ പരാതിയിൽ എറണാകുളം കുമ്പളം സ്വദേശി ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫേസ്ബുക്കിലടക്കം അധിക്ഷേപിച്ചെന്ന പരാതിയിൽ 30ഓളം പേർക്കെതിരെയാണ് പോലീസ് ഇതിനകം കേസെടുത്തത്. നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ലെന്നും അഭിനേത്രി എന്ന നിലയിൽ തന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് ജോലിയുടെ ഭാഗമാണെന്നും ഹണി റോസ് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പ്രതികരിച്ചു. തന്നെയോ വസ്ത്രധാരണത്തെയോ ക്രിയാത്മകമായി വിമർശിക്കുന്നതിൽ എതിർപ്പില്ല. എന്നാൽ അസഭ്യവും അശ്ലീലവുമായ പരാമർശങ്ങളുണ്ടെങ്കിൽ നിയമപരമായി തന്നെ നേരിടും. ഈ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി താൻ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണെന്നും ഹണി റോസ് വ്യക്തമാക്കി. ഹണി റോസിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുകയാണെന്ന് താരസംഘടന അമ്മ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആവശ്യമെങ്കിൽ നിയമസഹായം നൽകാനും അമ്മ ഒരുക്കമാണ്. സ്ത്രീത്വത്തെയും തൊഴിലിനെയും ബോധപൂർവം അപഹസിക്കാനാണ് ശ്രമം. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന ഹണി റോസിന്റെ പരാതിയിൽ കുമ്പളം സ്വദേശി ഷാജിയെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് DCP അശ്വതി ജിജി പറഞ്ഞു. അറസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഒരു പ്രതിനെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ പെൻഡിങ് ആണ്. ഇല്ലല്ല, ഐഡന്റിഫൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇല്ല, അവർ പറഞ്ഞ ആ പേരുകളാണ്, അത് നമ്മൾ നോക്കും. ദ്വയാർത്ഥ പ്രയോഗം നടത്തി തന്നെ തുടർച്ചയായി അപമാനിക്കുന്ന വ്യക്തിക്കെതിരെ ഹണി സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ പ്രതികരണത്തിന് താഴെയായിരുന്നു വ്യാപക അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായത്. കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കമായിരുന്നു ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നത്. പരാതിയിൽ 30 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജനം, കൊച്ചി. ഇപ്പോൾ ഹണി റോസ് തന്നെ ജനം TVയോടൊപ്പം ചേരുകയാണ്. ഹണി, നമസ്കാരം. വ്യാപകമായ രീതിയിലുള്ള അധിക്ഷേപമാണ് ഇക്കാലയളവിലടക്കം താങ്കൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിലപാട് ഘടിപ്പിക്കാൻ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 വർഷത്തിന് മേളിലായിട്ടുണ്ടാവും ഞാനിങ്ങനെ ഒരു എന്താ പറയാ, സോഷ്യൽ ബുള്ളിങ്ങും സോഷ്യൽ അബ്യൂസും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെയും എൻ്റെ ഫാമിലിയെയും വളരെ മാനസികമായിട്ട് വളരെ മോശമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ പലപ്പോഴും നമ്മുടെ തോട്ട്സിലൊക്കെ നമ്മൾ പല ഡിസിഷൻസ് എടുക്കുകയും നമുക്കിത് മുഖ്യമന്ത്രിക്കും അല്ലെ വനിതാ കമ്മീഷനും ഒക്കെ പരാതി കൊടുക്കണം എന്നുള്ള രീതിയിൽ പല സിറ്റുവേഷനിലും നമുക്ക് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൂടി വരികയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പരാതികൾ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും ഒരു ഈ പറയുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയയിൽ പലതും ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരിക്കും ഇത് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള റീസൺസ് അല്ലെങ്കിൽ ഒരു അനാവശ്യം ഒരു ന്യൂസിലേക്ക് പോകണ്ട എന്നുള്ള ഒരു രീതിയിൽ ഞാൻ അതിൽ നിന്നും എപ്പോഴും അതിന്റെ ഒരു നേച്ചറും കൂടിയാണ്, ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. പക്ഷെ ഇതുവരെയും ഞാൻ അനുഭവിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആണെങ്കിൽ ഇത് ഒരു ഇൻ പേഴ്സൺ ആയിട്ടൊരാള് എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് ഈ അടുത്ത കാലത്താണ്. എനിക്ക് തോന്നുന്നു ഒരു 4 മാസം മുമ്പാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. എന്നെ ഡെഫിനറ്റ്ലി അത് ഭയങ്കരമായി എന്നെയും എൻ്റെ വീട്ടുകാരെയും മാനസികമായി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചൊരു വിഷയമായിരുന്നു. അത് ഒരു വലിയൊരു ചടങ്ങ് നടക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പരാമർശം. അതിനുശേഷവും അത്തരത്തിൽ തനിക്ക് ഇഷ്ടമല്ല എന്ന് അറിയിച്ചിട്ട് പോലും പിന്നെയും അത്തരത്തിലുള്ള ഒരു അധിക്ഷേപം തുടരുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴും ഉണ്ടല്ലേ? ഉണ്ടായിരുന്നു. കാരണം ഈ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഇന്റർവ്യൂ വരുന്നത് എനിക്ക് തോന്നുന്നു ഈ മാസം ഡിസംബർ എൻഡിലാണ്, 30-ാം തീയതിയാണെന്ന് തോന്നുന്നു അത് എയർ ചെയ്തേക്കുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് ഈ ആഴ്ചകളിലൊക്കെ അതിന്റെ ആ വാർത്തകൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇന്റർവ്യൂവിന്റെ വീഡിയോ ക്ലിപ്സ് നമുക്ക് പലരും സെൻഡ് ചെയ്ത് തരുന്നു. നമ്മളതിന്റെ അങ്ങനെയുള്ള ഭയങ്കര
അബ്യൂസീവ് ആയിട്ടുള്ള ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം യൂസ് ചെയ്തേക്കുന്നതും. അപ്പം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആളുകളുടെ അടുത്ത് എനിക്കും ഒരു എന്താ പറയാ, ഞാനും ആൻസറബിൾ ആണ്. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടും നമ്മൾ അതിന്റെ പുറകെ ഒരു കാര്യവും ഒന്നിനും നിൽക്കാതിരിക്കുന്നത്, ഒരു ആൻസർ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കുന്നതെന്ന് പലരും എന്റെ അടുത്ത് ചോദിക്കുന്നു. കാരണം ഞാൻ അന്ന് ആദ്യം ഈ 4 മാസം മുമ്പ് നടന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി തന്നെ എന്റെ അതൃപ്തിയും എനിക്കുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഞാൻ ഇവരെ വ്യക്തമായിട്ട് അറിയിക്കുകയാണ്. മാനേജേഴ്സ് വഴിയാണ് ഇത് വരുന്നവരെ വ്യക്തമായിട്ട് അറിയിക്കുകയും എനിക്ക് ഈ വ്യക്തിയുടെ പ്രസ്ഥാനമായിട്ടോ സഹകരിക്കാൻ താല്പര്യമില്ല, വ്യക്തിയായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് അറിയിക്കുകയും ചെയ്തതാണ്. അതിന്റെ റീസൺ ഇതാണ്, ഭയങ്കര മോശമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു ഇദ്ദേഹത്തിന്റെ, വെർബലി ഉള്ള അബ്യൂസ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഞാൻ വ്യക്തമായിട്ട് അറിയിക്കുകയും ചെയ്തതാണ്. പിന്നെയും നമ്മളെ ഇങ്ങനെ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഇദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് ഇദ്ദേഹം അങ്ങ് പോവാണ്, അദ്ദേഹത്തിന്റെ ലൈഫുമായിട്ട് ഹാപ്പി ആയിട്ട് അദ്ദേഹം പോവാണ്. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് ഇതിന്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വരുന്ന സൈബർ ബുള്ളിയിങ്ങും അല്ലെങ്കിൽ ആളുകൾ എന്നെ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. ഒരാളുടെ ഇമേജ് തന്നെയാണ് ടാർണിഷ് ചെയ്യുന്നത്. അത് ഒരു രീതിയിലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത്. ഹണിയുടെ വലിയ പിന്തുണയാണ് ഇപ്പോൾ ഹണിയുടെ ഈ ഒരു നിയമപരമായിട്ടുള്ള നീക്കം, അല്ലെങ്കിൽ വളരെ ധൈര്യത്തോടെയുള്ള ഒരു നീക്കത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അമ്മ എന്നുള്ള സംഘടന, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഹ്യൂജ് സപ്പോർട്ട് പല മേഖലയിൽ നിന്നും. അത് എനിക്ക് തോന്നുന്നു ഞാൻ കംപ്ലൈന്റ് കൊടുത്തപ്പം തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത്ര നന്നായിട്ടാണ് ആ കാര്യം കൈകാര്യം ചെയ്തത്. അതേപോലെ തന്നെ അമ്മ അസോസിയേഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് അവരൊരു വാർത്താക്കുറിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അവരുടെ ഒരു സപ്പോർട്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു സപ്പോർട്ട്, എല്ലാവരും പല മേഖലയിൽ നിന്നുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന പല ആക്ടേഴ്സും എന്നെ വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നെല്ലാം ഒരു ഹ്യൂജ് സപ്പോർട്ട് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അതായത് ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ, ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ, അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഉറപ്പിക്കാനുള്ള ധൈര്യത്തോടെയുള്ള ഒരു മുന്നേറ്റം, അത് തന്നെയാണ് ഹണിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും തുടരുക അല്ലേ? തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. കാരണം ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ വരെയും പോകേണ്ട ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി. കാരണം നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഡിപ്രഷൻ ഓർ ആൻസൈറ്റി, ഇതിലേക്കൂടെ എല്ലാമാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട്. അപ്പൊ അതിന്റെയൊക്കെ എനിക്ക് എന്റെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അത്രയും നല്ല പേരൻസിനെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. എന്റെ ചുറ്റുമുള്ള എന്നെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം എനിക്ക് അത്രയും നല്ല ആളുകളാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പക്ഷേ എനിക്കുള്ള ബുദ്ധിമുട്ട് എവിടെ നിന്നാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പം അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ ഒരു പെർവേർട്ടഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാതെ ഞാൻ പോകുന്നത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റായി പോകും എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നത്. ഏതായാലും വളരെയധികം നന്ദി ഹണി റോസ്, ഈ ഒരു ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഏതായാലും ധൈര്യത്തോടെയുള്ള ഈ ഒരു നിയമപരമായിട്ടുള്ള ഈ നടപടികളിലേക്ക്, സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചെയ്തികൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലിന് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും പിന്തുണയും. ഒരു വാർത്തയിലേക്ക്. എറണാകുളം ചോറ്റാനിക്കരയിൽ 20 വർഷമായി പൂട്ടിക്കിടന്ന വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം. ഫ്രിഡ്ജിനുള്ളിൽ കവറിനുള്ളിലാക്കിയ നിലയിലാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. 20 വർഷമായി അടഞ്ഞുകിടക്കുന്ന കൊച്ചിയിലെ ഒരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കൊലപാതകം നടത്തിയ ശേഷം ശരീരഭാഗങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചതാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. എരുവേലി പാലസ് സ്ക്വയറിന് സമീപത്ത് 20 വർഷമായി ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിലാണ് അസ്ഥികളും തലയോട്ടിയും കണ്ടെത്തിയത്. ഫ്രിഡ്ജിൽ കവറുകളിലാക്കിയ നിലയിലാണ് പോലീസ് ഇവ കണ്ടെടുത്തത്. കൊച്ചിയിൽ താമസിക്കുന്ന മംഗലശ്ശേരി ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. ഡോക്ടറായ ഇദ്ദേഹം വർഷങ്ങളായി കൊച്ചിയിലാണ് താമസം. ചോറ്റാനിക്കരയിലെ വീട് 20 വർഷമായി പൂട്ടിക്കിടക്കുകയായിരുന്നു. അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യമുള്ളതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരമാണ് പോലീസ് വീട്ടിനുള്ളിൽ പരിശോധന നടത്തിയത്. പരിശോധനയ്ക്കിടെ ഫ്രിഡ്ജിൽ നിന്നും അസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തുകയായിരുന്നു.
തലയോട്ടിക്ക് എത്ര നാൾ പഴക്കമുണ്ട് എന്നതുൾപ്പെടെയുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. നട്ടലടക്കമുള്ള അസ്ഥികൾ കോർത്തിട്ട രീതിയിലായിരുന്നു. മനുഷ്യന്റെ തലയോട്ടിയാണെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ തലയോട്ടിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ചോറ്റാനിക്കര SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം നടത്തി. ആരാണ് വീടിനുള്ളിലെ ഫ്രിഡ്ജിൽ തലയോട്ടി കൊണ്ടുവച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി. എറണാകുളം ആലുവയിൽ വീട് കുത്തിത്തുറന്ന് വൻ മോഷണം. ചെമ്പകശ്ശേരി ആശാൻ കോളനി ആയത്ത് വീട്ടിൽ ഇബ്രാഹിം കുട്ടിയുടെ വീട് കുത്തിത്തുറന്നാണ് പട്ടാപ്പകൽ 8.5 ലക്ഷം രൂപയും 40 പവനും കവർന്നത്. ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇവരുമായി ബീന റാണി ചേരുകയാണ്. ബീന, പട്ടാപ്പകലാണ് ഇത്രയും വലിയ മോഷണം നടന്നത്. പോലീസിന്റെ അന്വേഷണവും ഏത് തരത്തിലാണ്? ബീന, കേൾക്കാമെങ്കിൽ പട്ടാപ്പകലാണ് ഇത്രയും വലിയ മോഷണം നടന്നത്. പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ്? എറണാകുളം ആലുവയിലാണ് വീട് കുത്തിത്തുറന്ന് വൻ മോഷണം നടന്നിരിക്കുന്നത്. ചെമ്പകശ്ശേരി ആശാൻ കോളനി ആയത്ത് വീട്ടിൽ ഇബ്രാഹിം കുട്ടിയുടെ വീട് കുത്തിത്തുറന്നാണ് പട്ടാപ്പകൽ 8.5 ലക്ഷം രൂപയും 40 പവനും കവർന്നത്. ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പട്ടാപ്പകലാണ് ഇത്രയും വലിയ മോഷണം നടന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂർ മാങ്ങാട്ടിടത്ത് 13 വയസ്സുകാരനെ അടിച്ചു വീഴ്ത്തി മോഷണ ശ്രമം. കോയിലോട് ജുമാ മസ്ജിദിന് സമീപത്തെ ഷമീദിന്റെ വീട്ടിലായിരുന്നു സംഭവം. അടിയേറ്റ കുട്ടി ബോധരഹിതനായി വീണു. കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകി. കണ്ണൂർ കണ്ണവം വനത്തിനകത്ത് കാണാതായെന്ന് കരുതുന്ന സ്ത്രീയെ കണ്ടെത്താൻ പോലീസും വനപാലകരും തെരച്ചിൽ തുടരുകയാണ്. കണ്ണവം കോളനിയിലെ പെരുന്നൻ ഹൗസിൽ സിന്ധുവിനെയാണ് കാണാതായത്. ദിവസം മുൻപ് കണ്ണവം വനത്തിൽ സിന്ധു വിറക് തേടി പോയതാണെന്നാണ് പറയുന്നത്. പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വനത്തിനകത്ത് വിവിധ ഭാഗങ്ങളിലായി നാട്ടുകാരും വനപാലകരും കണ്ണവം പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും സിന്ധുവിനെ കണ്ടെത്താനായില്ല. ഇതിനു പിന്നാലെ പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിജിനയുടെ സാന്നിധ്യത്തിൽ നാട്ടുകാരും പോലീസും വനപാലകരും യോഗം ചേർന്ന് തിരച്ചിൽ ഊർജിതമാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണവം നഗർ, വെങ്ങളം ഭാഗങ്ങളിലെ ജലാശയങ്ങൾ, കിണറുകൾ തുടങ്ങി വിവിധയിടങ്ങളിൽ പോലീസ് തിരച്ചിൽ നടത്തി. അതേസമയം തുടർച്ചയായ പരിശോധന നടത്തിയിട്ടും സിന്ധുവിനെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തിരച്ചിൽ വ്യാപിപ്പിക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. ജനം, കണ്ണൂർ. തൃശൂർ വടക്കാഞ്ചേരിയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. അകമലയിൽ ആളൊഴിഞ്ഞ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. രാവിലെ 11 മണിയോടെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. റെയിൽവേ ഓവർബ്രിഡ്ജിനും ഭവൻ സ്കൂളിനും ഇടയിലുള്ള ആളൊഴിഞ്ഞ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. 65 വയസ്സ് പ്രായം തോന്നുന്ന വ്യക്തിയുടെ മൃതദേഹമാണെന്നാണ് സൂചന. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ജനം, തൃശൂർ. കോഴിക്കോട് മുക്കത്ത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ കൂട്ടമായി മർദ്ദിച്ചതിൽ അന്വേഷണം തുടരുകയാണ്. ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തുവിടാതിരിക്കാൻ 18,000 രൂപ ആവശ്യപ്പെട്ടതായും പരാതിയുണ്ട്. നാലു ദിവസം മുൻപാണ് മുക്കം കറുത്തപറമ്പ് സ്വദേശി സദാവിനെതിരെ അക്രമമുണ്ടായത്. ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് ബൈക്കിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. അക്രമി സംഘം ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
അക്രമികളിൽ ഒരാൾ തന്നെയാണ് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചത്. കണ്ടാലറിയാവുന്ന 3 പേരും മറ്റു 2 പേരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സദാം പറഞ്ഞു. ഓല വൈക്കുമല കയറ്റിയുണ്ട് ഓലിനെ അത് മർദ്ദിച്ചാണ്. ഓല കൂട്ടത്തിലുള്ള 5 ആൾക്കാരും കൂട്ടി തച്ചതാണ്. അത് എന്ത് കണ്ടാണ് എനിക്കറിയില്ല. ഓനെന്തോ ചോദിച്ചെന്നൊക്കെയാണ് ഓല് പറയുന്നത്. ഞാൻ അപ്പം ചോദിച്ചിട്ടൊന്നുമില്ല. ഓല് മർദ്ദിച്ചാണ്. എന്റെ കയ്യിൽ ഒരു 18,000 രൂപ എനിക്ക് ഓല് മാണെന്നും പറഞ്ഞു. ഡ്രൈവറായ സദാമിന് വാഹനാപകടത്തിൽ തലയ്ക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇതിന്റെ ചികിത്സ തുടരുന്നതിനിടെയാണ് അക്രമത്തിനിരയായത്. സംഭവത്തിൽ പരാതി നൽകുമെന്ന് സദാം പറഞ്ഞു. ജനം, കോഴിക്കോട്. കൊലപാതക കേസിൽ സാക്ഷി പറഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ വയോധികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി. ആലപ്പുഴ താമരക്കുളത്താണ് സംഭവം. താമരക്കുളം സ്വദേശി സിനിൽ രാജാണ് പിടിയിലായത്. കൊലപാതക കേസിൽ ജയിലിൽ കഴിയവേ ജാമ്യത്തിൽ ഇറങ്ങിയാണ് പ്രതി സാക്ഷി പറഞ്ഞയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. താമരക്കുളത്ത് വേണുഗോപാൽ എന്നയാളെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് പ്രതി സിനിൽ രാജ്. ജാമ്യത്തിലിറങ്ങിയ പ്രതി കഴിഞ്ഞ 24-ന് വൈകിട്ട് താമരക്കുളത്ത് വെച്ച് കുഞ്ഞുമുഹമ്മദ് റാവുത്തർ എന്ന വയോധികനെ തടഞ്ഞു നിർത്തി കയ്യിലിരുന്ന ഊന്നുവടി പിടിച്ചു വാങ്ങി തലയ്ക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വയോധികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേണുഗോപാൽ വധക്കേസിൽ മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതിയിൽ വിചാരണ നടക്കവേ തനിക്കെതിരെ സാക്ഷി പറഞ്ഞു എന്ന വിരോധത്തിലായിരുന്നു കുഞ്ഞുമുഹമ്മദ് റാവുത്തറെ സിനിൽ രാജ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൊലപാതകം, സ്ത്രീകളെ ആക്രമിക്കൽ, കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നിവയ്ക്ക് നൂറനാട്, ശൂരനാട് സ്റ്റേഷനുകളിലായി 11ഓളം കേസുകളിൽ പ്രതിയാണ് സിനിൽ രാജ്. വേണുഗോപാൽ വധക്കേസിൽ മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതി 2022-ലാണ് സിനിൽ രാജിനെയും കൂട്ടുപ്രതി അനിലിനെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത്. വയോധികനെ ആക്രമിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന സിനിൽ രാജ് രഹസ്യ താവളത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കുണ്ടറ കേരളപുരം ഭാഗത്തെത്തിയപ്പോൾ നൂറനാട് പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് നിതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടി. പോലീസ് വളഞ്ഞപ്പോൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയ പ്രതിയെ പോലീസ് സംഘം ബലപ്രയോഗത്തിലൂടെയാണ് കീഴടക്കിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, ആലപ്പുഴ.